ശ്രീ വി എസ് അച്യുതാനന്ദൻ കേരളത്തിലെ ജനങ്ങൾ സ്നേഹത്തോടെ വി എസ് എന്ന് വിളിച്ചിരുന്ന കയർ തൊഴിലാളികൾക്ക് വേണ്ടി കഷ്ടപ്പാടുകൾ അനുഭവിച്ചും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തും പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്തും ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ട് കേരള രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന് ഏതാണ്ട് 101 വർഷക്കാലം വളരെ ചെറുപ്പം മുതൽ കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന ഒരു നേതാവായിരുന്നു. കേരളത്തിലെ ജനങ്ങൾ മനസ്സിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കുന്ന, ആരാധിച്ചിരുന്ന, രാഷ്ട്രീയത്തിന് അതീതമായി സ്നേഹിച്ചിരുന്ന അപൂർവം രാഷ്ട്രീയ നേതാക്കൾ ഒരാളായിരുന്നു ശ്രീ വി എസ് അച്യുതാനന്ദൻ. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കേരളത്തിലെ തൊഴിലാളികൾക്ക് മാത്രമല്ല, സാധാരണക്കാരൻ്റെ വിഷയങ്ങളിലും അതുപോലെ പരിസ്ഥിതി രംഗത്ത് വനസംരക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും നെൽത്തട സംരക്ഷണത്തിൻ്റെ കാര്യത്തിലുമൊക്കെ അദ്ദേഹം എടുത്ത നിലപാടുകൾ ആദ്യകാലത്ത് പല വിയോജിപ്പുകളും ആൾക്കാർക്കുണ്ടാക്കിയെങ്കിലും പിന്നീട് കാലം അതിൻ്റെ നന്മ തിരിച്ചറിയുകയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിന് കൈയടിക്കുകയും ചെയ്തു. ഇവിടെ മുൻപ് പലരും പറഞ്ഞതുപോലെ രാഷ്ട്രീയ വിയോജിപ്പുകളുള്ളപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ സുതാര്യത, ആത്മാർത്ഥത അത് പരിഗണിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ രാഷ്ട്രീയത്തിന് അതീതമായി അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നു, ബഹുമാനിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഒരു മുഖ്യമന്ത്രി എന്ന നിലയിലും അദ്ദേഹം കേരളത്തിൽ ഒരുപാട് നല്ല പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടി ശ്രമിച്ച ഒരു കരുത്തുറ്റ നേതാവായിരുന്നു. അവസാനം വരെയും അദ്ദേഹത്തിൻ്റെ അവസാന കാലം വരെയും കേരളത്തിലെ ജനങ്ങളാൽ സ്നേഹിക്കപ്പെടുകയും അദ്ദേഹത്തിൻ്റെ വേർപാടിന് ശേഷമുള്ള അന്ത്യയാത്രയിലും മറ്റും വലിയ ഒരു ജനസഞ്ചയം അദ്ദേഹത്തോടുള്ള ആദരവർപ്പിക്കാൻ വേണ്ടി എത്തിച്ചേരുമ്പോൾ ആ മനുഷ്യനെ എത്രത്തോളം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ, ഒരു നേതാവ് എന്ന നിലയിൽ എത്രത്തോളം കേരളത്തിലെ ജനങ്ങൾ സ്നേഹിച്ചിരുന്നു എന്നൊക്കെ മനസ്സിലാക്കാനുള്ള അവസരമാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വരും കാലങ്ങളിലെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് മാതൃകയാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അത്തരം ത്യാഗപൂർണമായ രാഷ്ട്രീയ ജീവിതം നയിക്കാൻ ഇനിയും പല പുതിയ തലമുറയിലെ നേതാക്കൾക്കും കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് മുന്നിൽ ആദരാജ്ഞകൾ അർപ്പിക്കുന്നതോടൊപ്പം